ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നതിലൂടെ, അതായത് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നതിലൂടെ ഈ കേന്ദ്ര സർക്കാരിനും CBIക്കും ഒരു തിരിച്ചടിയാണോ ഉണ്ടായിരിക്കുന്നത്? ആ ചോദ്യം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ചോദിക്കേണ്ട ചോദ്യമാണ്. അതിന് ആദ്യത്തെ ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, ഭാരതത്തിലെ നിയമവ്യവസ്ഥയും കോടതി വ്യവസ്ഥയും അന്വേഷണ സംവിധാനങ്ങളും CBIയും ED അന്വേഷണ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും മോദി വന്ന ശേഷം തകർത്തിരിക്കുക എന്ന് പറയുന്ന ആ തെറ്റായ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനം ഇളക്കുന്നതാണിത്. അതല്ലെങ്കിൽ അങ്ങനെ സ്ഥാപനങ്ങളുടെ മേളിൽ, കോടതിയും CBIയും എല്ലാം ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ മേളിൽ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ കടുംപിടുത്തം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വിധി വരത്തില്ലല്ലോ. അതാ വിഷയം. രണ്ടാമത് വേറൊരു വിഷയം, ഇന്നലെ വിധി വന്നിരിക്കുന്ന ട്രയൽ കോർട്ടിൽ നിന്നാണ്. ട്രയൽ ചെയ്ത് വിസ്താരണ നടത്തി വെറുതെ വിടുകയല്ല, അക്യൂറ്റ് ചെയ്തല്ല ചെയ്തിരിക്കുന്നത്. ചാർജ് ഷീറ്റ് സമർപ്പിച്ച സ്റ്റേജിൽ തന്നെ കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്നലത്തെ കോടതിയുടെ കണ്ടെത്തൽ. അത് ഏറ്റവും താഴ്ന്ന ലെവലുള്ള കോടതിയാണ്. ആ കോടതി ഇതിനകത്ത് കേസേ ഇല്ലെന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് കോട്ടയത്തെ അഭയ കേസ്. അഭയെ കൊന്നല്ലോ. അഭയെ കൊന്ന കേസിൽ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് ഏതെങ്കിലും കാരണവശാൽ പല കാരണങ്ങളും പേര് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിയുമ്പം അഭയെ കൊന്നിട്ടേ ഇല്ല എന്ന് ഏതെങ്കിലും താഴത്തെ കോടതി പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഏതാണ്ട് അതേ രൂപത്തിലാണ് ഈ കേജ്രിവാളിന്റെ കേസിനെയും കാണേണ്ടത്. കേജ്രിവാളിന്റെ കേസിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ പകലുപോലെ വ്യക്തം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറല് 2000 കോടിയുടെ നഷ്ടം ഡൽഹി സർക്കാരിന് മദ്യനയത്തിന്റെ പേരിൽ, മദ്യനയം പുതുക്കിയതിന്റെ പേരിൽ, ആ മദ്യനയം പുതുക്കിയതും അതിന്റെ പിന്നുള്ള കാര്യങ്ങളും, മദ്യവ്യാപാരിയായിട്ടുള്ള കൊടുക്കവാങ്ങലും, അല്ലെങ്കിൽ കമ്മീഷന്റെ രീതിയിൽ വർദ്ധിച്ച തുക കിട്ടിയതും, അതിനെക്കുറിച്ചുള്ള വസ്തുതകളുണ്ട്, എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വസ്തുതകളല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG 2000 കോടിയുടെ അവിടെ സർക്കാരിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതിന് കാരണം കേജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയയുടെയും മറ്റു മന്ത്രിമാരുടെയും ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ സംശയത്തിന് കാര്യമില്ലല്ലോ. ഒന്ന്. അടുത്ത വിഷയം, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കേജ്രിവാളും മനീഷ് സിസോദിയയും അതുപോലെ കവിത ഇതുണ്ടല്ലോ ആന്ധ്രാപ്രദേശിലെ കവിതയും അതുപോലെ തന്നെ സഞ്ജയ് സിംഗും എത്ര തവണ കയറി ഇറങ്ങിയതാ. അന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞത് എന്താ? അന്നൊക്കെ സുപ്രീം കോടതിയുടെ ബെഞ്ചുകൾ പറഞ്ഞത് എന്താ? സുപ്രീം കോടതി പറഞ്ഞത് എന്താ? അഴിമതി ഉണ്ട്. ഏറ്റവും കുറഞ്ഞ സംഖ്യ കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് 100 കോടിയുടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണം വന്ന ഒഴുകിയ ചാനലുകളും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ സ്ഥാപിക്കപ്പെടാനുള്ളത്. അതേ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, അഴിമതിയുടെ ലെവലേശമില്ലെങ്കിൽ, തെറ്റായ ഉദ്ദേശമില്ലെങ്കിൽ കേജ്രിവാള് എന്തിനാണ് ആ നയം പിൻവലിച്ചത്? അത് പറയണ്ടേ? 2, നയം മാറ്റിയതിന് ശേഷം ഡൽഹിയിലെ മദ്യത്തിന്റെ വ്യാപാരം ഇരട്ടിച്ചു. മദ്യവ്യാപാരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ വരുമാനം കൂടണ്ടേ? ഇത് കുറഞ്ഞു. സർക്കാരിന്റെ വരുമാനം കുറഞ്ഞപ്പോഴ് അത് കേജ്രിവാളിന്റെ പാർട്ടിയിലെത്തി. കേജ്രിവാളിന്റെ കയ്യിൽ നിന്ന് വിജയൻ നായർ എന്ന് പറയുന്ന കേജ്രിവാളിന്റെ കൂട്ടാളിയുടെ കയ്യിലെത്തി. ഗോവയിലെ ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു. ഇതൊക്കെയാണ് പൊതുജനം അറിയുന്ന അഴിമതിയുടെ വഴികൾ.
സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഈ കേസ് നേരത്തെ ചെന്നത് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവിടൊക്കെ ജാമ്യം തള്ളുമ്പോഴത്തേക്ക് കൃത്യമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ ഉണ്ട്. പിന്നെ എന്തേ ഇങ്ങനെ സംഭവിച്ചെന്ന് നോക്കുമ്പം അതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ പുറകെ വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അങ്ങനെ അഴിമതിയില്ലാത്ത കൈകൾ ശുദ്ധമായ ആളാണ് കേജ്രിവാളെങ്കിൽ ED ചോദ്യം ചെയ്യാൻ വേണ്ടി 8 പ്രാവശ്യം വിളിച്ചിട്ട് പോകാൻ ചെന്നുകൊണ്ടാണ്. ഓരോ പ്രാവശ്യം സമൻസ് വരുമ്പോഴും ഒളിച്ചു നടക്കുകയല്ലായിരുന്നു, മാറിപ്പോകില്ലായിരുന്നു. 1-2 പ്രാവശ്യം 8 പ്രാവശ്യം. 8 പ്രാവശ്യം. ഇനി അടുത്തൊരു കാര്യം, ഈ കേജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെ ഉൾപ്പെടെയുള്ള കൈകളിലെ ഏതാണ്ട് കണക്ക് പറയുന്നത് 100ഓളം, എല്ലാവരും കൂടെ കൂട്ടി 100-ന് അടുത്ത മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഒക്കെ നഷ്ടപ്പെടുത്തി, റിട്രീവ് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെയോ അന്വേഷണത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ടില്ല. ആ തെളിവ് നശിപ്പിച്ചത് എന്തിനാണ്? അത് പറയണ്ടേ? തെറ്റുകാരനല്ലെങ്കിൽ കൈ പരിശുദ്ധമാണെങ്കിൽ അത് ഭാരതത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. LK അഡ്വാനിക്കെതിരെ കള്ളപ്പരാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകസഭയിലേക്ക് ഇനി മത്സരിക്കത്തില്ല, എൻ്റെ MP സ്ഥാനം പോലും ഉപേക്ഷിക്കുന്നു. ഭരണപക്ഷം, അന്ന് അഡ്വാനി പ്രതിപക്ഷത്താണ്, ഭരണപക്ഷം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഞാൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന്. ആ ജെയിൻ ഖവാല കേസ്, അതിനകത്ത് ഒരു തരത്തിലും ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അഡ്വാനിജി പൊതുജീവിതത്തിലേക്ക് പിന്നെ വരുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അതാണ് അന്തസ്സ്. അതുപോലെ നരേന്ദ്രമോദിയെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി അമിത്ഷായെയും അന്ന് സോണിയ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഒരു മുഖ്യമന്ത്രിയെ രാവിലെ തൊട്ട് വൈകുന്നേരം വിളിച്ചിരുത്തിയിട്ട് ചോദ്യം ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു മടിയും കൂടാതെ, ആരോടും ഒരു പരാതിയും പറയാതെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി ആ ചോദ്യം ചെയ്യൽ വഴിപ്പെട്ടു കൊടുത്തു. ഒരു സമയം ഒളിച്ചോടാൻ പോയില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ഒളിച്ചോടിയില്ല, അരവിന്ദ് കെജ്രിവാള് ഒളിച്ചോടി. 8 പ്രാവശ്യം വിളിച്ചിട്ട് പോയില്ല. കയ്യിലുണ്ടായിരുന്ന ഈ പറയും തെളിവുകളൊക്കെ നശിപ്പിച്ചു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ കേജ്രിവാൾ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് കോടതി, മേൽക്കോടതികളിലേക്ക് കേസ് പോയി കഴിയുമ്പോൾ സ്ഥാപിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ മാതൃഭൂമി വല്ല പത്രം, കേരള കൗമുദിൽ അത് കണ്ടെന്ന് തോന്നില്ല. മാതൃഭൂമിക്ക് സ്വാഭാവികമായിട്ടും ആഘോഷിക്കണമല്ലോ. കാരണം കേജ്രിവാളിന്റെ പിന്നിലുള്ളത് വിദേശ ഏജൻസികളാണ്. ജോർജ് സൊറോസും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും വളർത്തിക്കൊണ്ടുവന്ന മാനസപുത്രനാണ് കേജ്രിവാൾ. ആ കേജ്രിവാളിനെ രക്ഷിക്കാൻ വേണ്ടി പല കളികളും കളിച്ചിട്ടുണ്ടാവും. ഏറ്റവും താഴ്ന്ന ലെവലിൽ കോടതി വിധി വന്നിരിക്കുന്നത്. ആ കോടതി പറഞ്ഞത് 2000 പേജുള്ള ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് വിത്ത് ഡോക്യുമെന്റ്സ്. ഞങ്ങൾക്ക് വായിക്കാൻ വയ്യാത്തത്ര വലിപ്പോ. അതെന്തായി പറയുന്നത്? ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോൾ അനുബന്ധങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഡോക്യുമെന്റ് ബേസ്ഡ് കേസാണ്. എന്നിട്ട് എന്തായത്? ആ ഡോക്യുമെന്റ് നോക്കുന്നില്ല, ലിസ്റ്റ് ചെയ്യപ്പെട്ട സാക്ഷികളെ വിസ്തരിക്കുന്നില്ല, ഇതൊന്നും വേണ്ട. അതിനു മുമ്പ് തന്നെ ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞതെന്ന് പറയുമ്പം ഞാൻ പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേജ്രിവാളും സിസോദിയും എല്ലാം ഉൾപ്പെടുന്ന പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതെ 100-150 ഒക്കെ ദിവസങ്ങൾക്കപ്പുറം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ജയിലിലിട്ടെങ്കിലും, എന്നിട്ടോ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന കാലത്ത് പോലും ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലത്ത് കൊഴിഞ്ഞു മാറുന്നെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ആലോചിച്ച് നോക്കണം. അതിനും മടിയായിരുന്നു. ജയിലിൽ കിടന്ന് ഭരിച്ചോളാമെന്ന്. കൈകൾ ശുദ്ധനായ നിഷ്കളങ്കനാണെങ്കിൽ ഇനി EDയുടെ അന്വേഷണത്തിലേക്ക് വരുമോ? അന്വേഷണമല്ല, അവർ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി, ഇത് ട്രയൽ കോർട്ടല്ലേ പറഞ്ഞത്, ഹൈക്കോടതി കേസ് പോകും. അവിടെ വെച്ച് തന്നെ വേണ്ട ഉത്തരം തിരിച്ചു കിട്ടും. അന്ന് ഞങ്ങളെല്ലാം കോടതിയെ ബഹുമാനിക്കുന്നെന്ന്
ഇവരാരും ഒട്ട് പറയാനും പോകുന്നില്ല. LK അഡ്വാനിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേരിട്ടതുപോലെ കോടതി അന്വേഷണങ്ങളെയും കോടതി വിചാരണകളെയും കോടതി വിധിയെയും ഒക്കെ നേരിട്ട ശേഷം പുറത്ത് വന്നിട്ട് പറ, ഇതിപ്പം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി വന്ന ഉടനെ പോയി വലിയ വായില നിലവിളിക്കായിരുന്നു, തന്നെ കരഞ്ഞു പോവുകയായിരുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് വക്താക്കളെ ഈ കരച്ചിൽ കണ്ടിട്ട് കളിയാക്കുക ചെയ്തത്. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചതുപോലെ പൊട്ടി കരയുക, പുറത്തു നിന്ന് ഒരാൾ അപ്പനെ അപ്പോ സമാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രണം എപ്പോഴാണ് നിയന്ത്രണം പാലിക്കുന്നത്? ഒരു മരണമല്ല ഉണ്ടാകുമ്പോഴല്ലേ. സന്തോഷം ഉണ്ടാകുമ്പം സന്തോഷാസ്ത്രക്കൾ വന്നാൽ ഇങ്ങനെ ആരും കിടന്ന് കരഞ്ഞു പോകും, നാടകം കാണിക്കും. കേജ്രിവാൾ നാടകത്തിൻ്റെ ആളാണ്, കേജ്രിവാൾ അഭിനയത്തിൻ്റെ ആളാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ പശ്ചാത്തലത്തിൽ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ NCERT പുസ്തകത്തിലെ ജുഡീഷ്യൽ രംഗത്തെ അഴിമതിയെക്കുറിച്ച്, സംവിധാനത്തിലെ അഴിമതിയെക്കുറിച്ചൊരു പരാമർശം ഉണ്ടെന്ന് പറഞ്ഞപ്പം സുപ്രീം കോടതി ഇളകി വശായല്ലോ. ആ ഇളകി വശായെങ്കിലും എന്നെപ്പോലെ സാധാരണക്കാരന് തോന്നുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കണ്ടതിനപ്പുറം അല്ലെ കണ്ടത് കാണാതെ ട്രയൽ കോർട്ട് ഈ കേസ് ഡിസ്പോസ് ചെയ്തെങ്കിൽ തീർച്ചയായും മേൽക്കോടതി ചെല്ലുമ്പം നീതിയും ന്യായവും കിട്ടാനും കേജ്രിവാളിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാനും അവസരം ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.